Okay. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ we were discussing frames of reference. Okay. എന്തിനാണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. സോ അതിൽ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ഫ്രെയിം, ഒരു ഫ്രെയിം ഈസ് അറ്റ് റെസ്റ്റ്, ദാറ്റ് നെക്സ്റ്റ് അനദർ ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫ്രെയിമിനെയും നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കും. രണ്ട് ഫ്രെയിം എന്താണ്? ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടിലും ഇപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഒക്കെ നമ്മൾ മെഷർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, ആക്സലറേഷൻ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സിനെയാണ് എന്ത് പറയുക, ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റേഷനിൽ ട്രെയിനിലിരിക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ വേറൊരു ട്രെയിൻ വന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷൊർണൂർ സ്റ്റേഷനിലിരിക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത് രണ്ട് ട്രെയിൻ ഉണ്ട്, രണ്ട് ട്രെയിനും നിർത്തിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്നിൽ നമ്മളിരിക്കുന്നുണ്ട്, ഒന്നിൽ നമ്മളിരുന്നിട്ട് നമ്മൾ മറ്റേ ട്രെയിനിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആരെങ്കിലും ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഇനി അങ്ങനെ ഒരു കേസിൽ ഇതിലേതെങ്കിലും ഒരു ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ട്രെയിനിലിരുന്ന് മറ്റേ ട്രെയിനിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും മറ്റേ ട്രെയിനാണ് മൂവ് ചെയ്യുന്നത്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, മറ്റേ ട്രെയിനാണോ മൂവ് ചെയ്യുന്നത് അതോ നമ്മുടെ ട്രെയിനാണോ മൂവ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അതൊക്കെ ഒബ്സർവ് ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. എർത്ത് റെസ്റ്റാന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റും പ്ലാറ്റ്ഫോമും നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ട്രെയിനാണ് മൂവ് ചെയ്യുന്നത്. ഇനി പ്ലാറ്റ്ഫോം ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കിയത്, എൻ്റെ ട്രെയിനാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഏത് റെസ്റ്റ് ഏത് മോഷൻ എന്ന് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. വി ഹാവ് എ നോഷൻ ദാറ്റ് എർത്ത് ഈസ് അറ്റ് റെസ്റ്റ്. എർത്ത് റെസ്റ്റിലാന്നുള്ളൊരു നോഷൻ നമുക്ക് ആൾറെഡി ഇൻബിൽറ്റ് ഉണ്ട്. ഒരു ഭയങ്കര സ്ട്രോങ് നോഷനാണ്. ആ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് എപ്പോഴും പറയുക കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്ത് റെസ്റ്റിലാണെന്നാണ്. അപ്പോൾ നമ്മുടെ റെസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ മാറേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ബിക്കോസ് പുറത്ത് സ്പേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് റോക്കറ്റിൽ സ്പേസ് ട്രാവലേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്പേസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അതായത് ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് മറ്റേ സ്പേസ് ഷിപ്പിലേക്ക് നോക്കാം എന്നല്ലാണ്ട് യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു സ്പേസ് ഷിപ്പിൽ ഇരുന്നുകൊണ്ട് മറ്റേ സ്പേസ് ഷിപ്പിൻ്റെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, പൊസിഷൻ മാറുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ആക്ച്വലി ഏതാണ് മൂവ് ചെയ്യുന്നത്, ആ സ്പേസ് ഷിപ്പാണോ മൂവ് ചെയ്യുന്നത്, നമ്മുടെ സ്പേസ് ഷിപ്പാണോ മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏതാണ് റെസ്റ്റ് ഏതാണ് മോഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമൺ സെൻസ് എപ്പോഴും പറയും, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ കാർ മൂവ് ചെയ്യുന്നുണ്ട് പറയാൻ കാരണം വി ആർ കമ്പയറിങ് വിത്ത് എർത്ത് ആയിട്ട് കമ്പയർ ചെയ്യുക. സോ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആൾറെഡി ഫിക്സ്ഡ് ഓൺ എർത്ത് നമ്മുടെ കൺസെപ്റ്റിൽ. അത് പലപ്പോഴും തെറ്റായി വരാറുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കയറി വരും. ഓക്കെ, സോ വിൽ കം ബാക്ക് ടു ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. So Galilean transformation എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that relates coordinates of two frames of reference which are inertial. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ കോർഡിനേറ്റ്സിന് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. അതിൽ പ്രൈമാണ് ബേസിക്കലി പ്രൈം കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ മൂവിങ് ഫ്രെയിം ആയിട്ട് എടുക്കുക. എസ് ഫ്രെയിം അത് മൂവിങ് ആണ്. ഓക്കെ, പ്രൈം അല്ലാത്തത് എക്സ് വൈ സെഡ് എന്നൊക്കെ പറയുന്നത്
frame S that is not moving, that is at rest. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ആൻഡ് S prime frame എന്ന് പറയുന്നത് that is moving with a velocity v. ഇതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നൗ ഇനേർഷ്യൽ ഫ്രെയിംസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസിൽ ഞാനൊരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ 2 ഫ്രെയിംസ്. 2 ഫ്രെയിമിലെയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ വി ഫൗണ്ട് ദാറ്റ് ബോത്ത് ആർ സെയിം. 2 ഫ്രെയിമിലെയും ഡിസ്റ്റൻസ് സെയിം ആണ്. പൊസിഷൻ മാറും, ബട്ട് ഡിസ്റ്റൻസ് ഈസ് സെയിം. ഓക്കെ, ദെൻ വെലോസിറ്റി മാറാം. വെലോസിറ്റി രണ്ടിലും 2 ആവും. ഓക്കെ, ബട്ട് ആക്സിലറേഷൻ ഈസ് സെയിം. നമ്മൾ ഡിറൈവ് ചെയ്തു ആക്സിലറേഷൻ 2 ഫ്രെയിമിലും എ പ്രൈം ഈക്വൽ ടു എ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തു. ഓക്കെ, അതുപോലെ ഫോഴ്സ്, ഇഫ് യു കാൽക്കുലേറ്റ് ഫോഴ്സ് 2 ഫ്രെയിമിൽ ഫോഴ്സ് സെയിം ആയിരിക്കും. ബിക്കോസ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ 2 ആക്സിലറേഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സും സെയിം ആയിരിക്കും. ഓക്കെ, സോ സച്ച് ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ, ഫോഴ്സ്, these are physical quantities which will not change under Galilean transformation. Okay, അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്താലും ഈ ക്വാണ്ടിറ്റീസ് ഒന്നും മാറാൻ പോകുന്നില്ല. വെലോസിറ്റി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കും ഗലീലിയൻ ഇൻവേരിയൻറ്റ് ക്വാണ്ടിറ്റീസ്. സച്ച് ക്വാണ്ടിറ്റീസ് ആർ നോൺ ആസ് ഗലീലിയൻ ഇൻവേരിയൻറ്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി സോ പണ്ട് ഇത് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സ്, എന്താ പറയുക, മോഡേൺ ഫിസിക്സ് അല്ല. മോഡേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐൻസ്റ്റീൻ്റെ സമയത്തിന് ശേഷം അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൽ വരുന്ന ഫിസിക്സിനെയാണ് നമ്മൾ മോഡേൺ ഫിസിക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഈ പഴയ കൺസെപ്റ്റ് പ്രകാരം, ഓക്കെ, സോ ദർ ഇസ് അനദർ ഹൈപ്പോത്തിസിസ് ഓഫ് ഗലീലിയൻ ഇൻവേരിയൻസ്, അല്ലെങ്കിൽ അതിന് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയും. ഗലീലിയൻ റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി ആണ്. ഓക്കെ, അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഇൻവേരിയൻറ്റ് ഇൻ ഫോം. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ലോസ് അത് അതിൻ്റെ അതേ ഫോമിൽ തന്നെ നിലനിൽക്കും. ഓക്കെ, ഇൻ ആൾ റെഫറൻസ് ഫ്രെയിംസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ. ഓക്കെ, അപ്പോൾ ഏത് 2 റെഫറൻസ് സിസ്റ്റം എടുത്താലും അത് 2 തമ്മിൽ യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ 2 ഫ്രെയിമിലും ബേസിക്സ് ലോസിൻ്റെ, ഫിസിക്സിലുള്ള ബേസിക്സ് ലോസിൻ്റെ ഫോമുകൾ സെയിം ആയിരിക്കും. എഫ് ഈക്വൽ ടു എം തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഇൻവേരിയൻറ്റ് in form in 2 reference frames connected by Galilean transformation. So Galilean transformation വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള 2 ഫ്രെയിം ഓഫ് റെഫറൻസിലും ഇതിൻ്റെ ഫിസിക്സിൻ്റെ ലോസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോം സെയിം ആയിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഗലീലിയൻ ഇൻവേരിയൻസ്. ഇതിനെയാണ് നമ്മൾ ഗലീലിയൻ ഇൻവേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ബേസിക്സ് ലോസ് ഓഫ് ഫിസിക്സ് സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സ്ലൈഡ് LMS-ലും ഉണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഞാനിവിടെ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ LMS-ൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സ്ലൈഡ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഫൈൻ. Now we will go to non-inertial frame of reference. So inertial frame of reference എന്താന്ന് പറഞ്ഞു? Inertial frame of referenceന്റെ ഡെഫിനിഷൻ പറഞ്ഞത് ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ഫിസിക്കൽ ലോസും ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് വിൽ ബി വാലിഡ്. ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂട്ടൺസ് ലോ വാലിഡ് അല്ലാത്ത ഫ്രെയിമിനെ നമ്മൾ വിളിക്കും നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അത് എന്ന് പറയുന്നത് those frames will be accelerated frames of reference. Accelerated frame of referenceകളെല്ലാം നോൺ ഇനേർഷ്യൽ ആയിരിക്കും. ഓക്കെ, ഒരു ഫ്രെയിമിന് ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് നോൺ ഇനേർഷ്യലിൽ പറഞ്ഞത് ഫ്രെയിംസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിംസിനെയാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് പറയുന്നത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, വെലോസിറ്റി മാറി വരുന്നുണ്ട്, മാറി വരും. ഓക്കെ, ഇഫ് ദർ ഇസ് എൻ ആക്സലറേഷൻ വെലോസിറ്റി വിൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ നമ്മൾ വിളിക്കും നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് അറ്റാച്ച് ടു എ മെറി ഗോ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കിലൊക്കെ കുട്ടികൾ ഇരുന്ന് വട്ടത്തിലുള്ളൊരു സാധനം, അതിൽ ചുറ്റും ഇരുന്ന് അങ്ങനെ ഒന്തി കളിക്കുന്ന ഒരു സാധനം. ഓക്കെ, അതിനെയാണ് മെറി ഗോ റൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്സിലറേറ്റഡ് ഫ്രെയിം. എവിടെ ഒരു സർക്കുലർ മോഷൻ ഉണ്ടോ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്.
Okay. Speed constant ആണെങ്കിൽ circular motion, if it is a uniform circular motion, speed constant ആയിരിക്കും. But direction changes every second. ഓരോ സമയത്തും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കാം. ഓക്കെ, യൂണിഫോം മോഷനിൽ ഈവൻ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എൻ ആക്സിലറേഷൻ. ദാറ്റ് ആക്സിലറേഷൻ ഇസ് കാൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇഫ് ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു എ റൊട്ടേറ്റിംഗ് ഫ്രെയിം, മീൻസ് റൊട്ടേറ്റിംഗ് ബോഡി, ദാറ്റ് ഈസ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ എക്സാമ്പിളാണ് ഇതിൻ്റെ ഈ മെറി ഗോ റൗണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്. അനദർ എക്സാമ്പിൾ, ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച്ഡ് ടു ജെയിൻറ്റ് വീൽ. നമ്മൾ കാർണിവലൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ജെയിൻറ്റ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറി ഗോ റൗണ്ട് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ജെയിൻറ്റ് വീൽ വന്നിട്ട് വെർട്ടിക്കലായിരിക്കും. അതൊരു സർക്കുലർ മൂവിങ് തിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാനുള്ളത് ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച് ടു ഫ്രീലി ഫോളിങ് എലിവേറ്റർ. ഓക്കെ, അപ്പോൾ ഒരു എലിവേറ്റർ എന്ന് പറയുന്നത് ലിഫ്റ്റ്. ഓക്കെ, ലിഫ്റ്റിൻ്റെ കയറ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ്, ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഇനി ഇത് പറയാൻ കാരണം അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കില്ല ഈ ഫ്രെയിംസിൽ. ഓക്കെ, എന്താ അങ്ങനെ പറയാൻ കാരണം? ഓക്കെ, സോ വി വിൽ സീ. നമ്മൾ ആ മൂന്നാമത്തെ എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഒരു ലിഫ്റ്റാണ്, ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വി ആർ സ്റ്റാൻഡിങ് ഇൻസൈഡ് എ ലിഫ്റ്റ്. ഓക്കെ, ഇനി ലിഫ്റ്റിൽ കയറിയവർക്കും അറിയാം, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ലിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ നിൽക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും, ലിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. ആ യൂണിഫോം വെലോസിറ്റി സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, ലിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ക്ലോസ്ഡ് ലിഫ്റ്റാണ്, പുറത്തേക്ക് വ്യൂ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുറമേക്ക് നോക്കാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലിഫ്റ്റിനെ നമുക്കത് മൂവ് ചെയ്യണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ലിഫ്റ്റ് കൺസിഡർ ചെയ്യുക. അങ്ങനത്തെ ഒരു ലിഫ്റ്റിൽ ഒരു ക്ലോസ്ഡ് ലിഫ്റ്റാണ്, നമുക്ക് പുറത്തേക്കൊന്നും നോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഫ് യു ആർ സ്റ്റാൻഡിങ്, ആ ലിഫ്റ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, അത് മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. മൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബോളുണ്ട്. ഓക്കെ, ഇഫ് യു ഹാവ് എ ബോൾ ഇൻ യുവർ ഹാൻഡ്, നമ്മളത് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു, ജസ്റ്റ് പിടിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബോളിൻ്റെ വെലോസിറ്റി 0 എന്ന് ഇൻക്രീസ് ചെയ്ത് താഴെ അതിൻ്റെ ഫ്ലോർ വരെ അത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, ഏത് റേറ്റിൽ? ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ബിക്കോസ് അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു റേറ്റിൽ ഇതിൻ്റെ വെലോസിറ്റി കൂടി വരും. ആദ്യം 0 തുടങ്ങി ആ ലിഫ്റ്റിൻ്റെ ഫ്ലോർ വരെ അത് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, ഫൈൻ. സോ ഇപ്പോൾ ഞാൻ ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഐ അറ്റാച്ച് എ ക്യാമറ. ഈ ക്യാമറയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ഈ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ല എന്നും ക്യാമറയ്ക്ക് അറിയില്ല. ഓക്കെ, സോ ക്യാമറ ജസ്റ്റ് റെക്കോർഡ്സ് ദ പൊസിഷൻ വിത്ത് ടൈമിനനുസരിച്ച് ആ പൊസിഷൻ റെക്കോർഡ് ചെയ്ത് പോകും. അപ്പോൾ ക്യാമറ വെച്ചിട്ട് ഞാൻ ഈ ബോളിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ മെഷർ ചെയ്യണം. ഐ ക്യാൻ മെഷർ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ പിടിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴുന്നുണ്ട്. അതിൻ്റെ ആക്സിലറേഷൻ മെഷർ ചെയ്തപ്പോൾ 9.8 എന്ന് കിട്ടി ക്യാമറ വെച്ചിട്ട്. ഓക്കെ, സോ ദാറ്റ് മാച്ചസ് വിത്ത് അവർ ഫോർമുല, ദാറ്റ് ഈസ് F = mg, മാസ് ഇൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മുടെ ന്യൂട്ടൺസിലും അവിടെ കറക്റ്റ് ആയിപ്പോയി, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഈ ലിഫ്റ്റ് പറഞ്ഞ പോലെ കയറ് പൊട്ടി താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ കയറ് പൊട്ടി താഴെ വീണു. അപ്പോൾ ലിഫ്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വിത്ത് ആൻ ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മളും അതിൽ ഉള്ളിലുള്ള നമ്മളും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മുടെ കയ്യിലുള്ള ബോളും is also moving with same acceleration 9.8 meter per second square.
ഇനി അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈ പിടുത്തം വിട്ടു ബോളെന്ന്, ജസ്റ്റ് ഡ്രോപ്ഡ് ദ ബോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബോൾ എയറിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ആ ബോൾ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ക്യാമറ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഈസ് 0. വെലോസിറ്റി 0 ആയിരിക്കും, പൊസിഷൻ 0 ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്തു. അങ്ങനെ റെക്കോർഡ് ചെയ്ത ഒരു ക്ലിപ്പ്. ഓക്കെ, ഇനി നമ്മൾ അതിനെ അനലൈസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഫിസിക്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അറിയാവുന്ന ഫിസിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്യാമറ പ്രകാരം എർത്ത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് ആൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ബോൾ ഏത് സ്പീഡിൽ വീണിരിക്കണം? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ വീണുകൊണ്ടിരിക്കണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ ക്യാമറ നോക്കുമ്പോൾ അത് താഴെ വീഴുന്നില്ല. അതിനർത്ഥം ഒന്നുകിലും അവിടെ എർത്ത് ഉണ്ടാവില്ല, താഴെ എർത്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ സ്പേസിലായിരിക്കും. ദാറ്റ് ഈസ് വൺ പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ വേറെ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, അത് അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പെർഫെക്റ്റ്ലി കറക്റ്റ്. അതല്ലെങ്കിൽ ഈ ബോർഡിനെ ആരോ മേലേക്ക് പിടിച്ച് വലിക്കണം. ഓക്കെ, ഏതോ ഒരു ഫോഴ്സ് വെച്ചിട്ട് ഇറ്റ് ഷുഡ് പുൾ അപ്പ്. നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ബോൾ ഒരു മെറ്റാലിക് ബോളാണെന്ന് വിചാരിക്കുക, ഒരു അയൺ ബോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊണ്ടുവച്ചു. മാഗ്നറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റ് അതിനെ മേലേക്ക് വലിക്കും, എർത്ത് ഇതിനെ താഴേക്ക് വലിക്കും. ഈ രണ്ട് ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ അതവിടെ ഫ്ലോട്ട് ചെയ്യും. ദാറ്റ് ഈസ് അനദർ പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സാണ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മേലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, ഞാൻ അവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു മാഗ്നറ്റ് അവിടെ കാണാനില്ല. ഞാൻ തപ്പി നോക്കുമ്പോൾ മേലെ ഒരു മാഗ്നറ്റും ഇല്ല. ദർ ഇസ് നോ മാഗ്നറ്റ്, ദർ ഇസ് നോ അതർ ഫോഴ്സ്. ഒരു റീസണും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു റീസൺ വേണം. എനിക്ക് ആ കൂടി അറിയാവുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് എർത്ത് താഴേക്ക് വലിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പം ഞാൻ അതിന് വേറൊരു എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്, അതെനിക്കറിയാം. ഓക്കെ, ഐ അസൈൻ സം ഫോഴ്സ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഈക്വൽ ടു ദ എം ജി ബട്ട് ഓപ്പോസിറ്റ്. ഓക്കെ, അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം മേലേക്കുള്ള ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, പക്ഷെ അത് ഏതാ ഫോഴ്സ് എന്ന് മാത്രം എനിക്കറിയില്ല. അതിൻ്റെ ഒറിജിൻ എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഒറിജിൻ അറിയാത്ത ഫോഴ്സുകളെ നമ്മൾ എന്ത് വിളിക്കും? ഫിക്ടീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എന്ന് വിളിക്കും. സോ ബേസിക്കലി ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇമാജിനറി ഫോഴ്സ് ആണ്. നമ്മൾ പറയുകയാണ് എന്തോ ഒരു മാഗ്നറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് ഈ ഫോഴ്സിൻ്റെ ഒറിജിൻ എനിക്കറിയില്ല. ബട്ട് ദർ ഇസ് എ ഫോഴ്സ്. ബട്ട് ആക്ച്വലി അവിടെ ഫോഴ്സ് ആയിരുന്നില്ല. അവിടെ പ്രശ്നം എന്തായിരുന്നു കഴിഞ്ഞാൽ അവർ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം, ചോയ്സ് ഓഫ് റെഫറൻസ് സിസ്റ്റം വാസ് റോങ്. നമ്മൾ ചൂസ് ചെയ്ത റെഫറൻസ് ഫ്രെയിം തെറ്റിപ്പോയി. അത് ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു എക്സ്ട്രാ ഫോഴ്സ് വന്നത്. സോ ബേസിക്കലി ഈ എല്ലാ ഇക്വേഷൻസ് ഓഫ് മോഷനെയും നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ടാണ് എഴുതുന്നത്, കണക്ട് ചെയ്യുന്ന ലോസ് വെച്ചിട്ടാണ് എഴുതുന്നത്. ആ ലോസ് വെച്ചിട്ട് എഴുതാൻ നമുക്ക് പോയപ്പോൾ ഇവിടെ ഒരു ഒറിജിൻ അറിയാത്ത ഏതോ ഒരു ഫോഴ്സ്, ഒരു ഇമാജിനറി ഫോഴ്സ് കിട്ടി. ദാറ്റ് ഇമാജിനറി ഫോഴ്സ് ഈസ് നോൺ ആസ് ഫിക്ടീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ്. സോ ദാറ്റ് വാസ് എ പ്രോബ്ലം വിത്ത് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മൾ ചൂസ് ചെയ്ത ഫ്രെയിം ഓഫ് റെഫറൻസ് തെറ്റിപ്പോയി. പലപ്പോഴും നമുക്കറിയില്ല നമ്മുടെ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഓക്കെ, ബേസിക്കലി നമ്മുടെ ഫ്രെയിം എർത്തിൽ വെച്ച് ഒബ്സർവ് ചെയ്യുന്ന എല്ലാ ഫ്രെയിംസും ആക്സിലറേറ്റഡ് ആണ്. ബിക്കോസ് എർത്ത് ഈസ് റൊട്ടേറ്റിംഗ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള റൊട്ടേറ്ററി മോഷൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാരണം നമ്മൾ എർത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതൊരു ഒബ്സർവേഷനിലും എന്തുണ്ടായിരിക്കും? ഫിക്ടീഷ്യസ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇമാജിനറി ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിൻ്റെ ഒറിജിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അറിയാവുന്ന ഫോഴ്സുകൾ ഈ യൂണിവേഴ്സിൽ ആകെ 4 ഫോഴ്സുകളേ ഉള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമുക്കറിയാം. ദ സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ അട്രാക്ട് ചെയ്യും, രണ്ട് മാഗ്നറ്റിക് പോൾസ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, ദെൻ അപ്പോൾ ആകെ 2 ഫോഴ്സേ ആയുള്ളൂ. ഒന്ന് gravitational force, electromagnetic force. The next one is nuclear force, that is strong force and weak force. Okay, ഈ 4 ഫോഴ്സേ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിൽ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ.
Okay. ബാക്കി എല്ലാ ഫോഴ്സും സം കോമ്പിനേഷൻ ഓഫ് ദീസ് ഫോഴ്സസ്. ഓക്കെ. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് ആറ്റം അടുത്ത് വരുമ്പോൾ ആ ഇലക്ട്രോണും റിപ്പൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻസിൽ. ഓക്കെ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതുപോലെ ഒരുവിധം എല്ലാ ഫോഴ്സുകൾക്കും നമുക്ക് നേച്ചർ ഈ നാലെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. പലപ്പോഴും നമ്മൾ അറിയില്ല എന്ന് മാത്രം. ഓക്കെ. സോ ബേസിക്കലി അങ്ങനത്തെ ഏത് ഫോഴ്സാണ് നമ്മൾ നോക്കും. അപ്പോൾ ഈ നമുക്ക് അറിയാത്തൊരു ഫോഴ്സ് കിട്ടി ഇങ്ങനത്തെ ഈ കേസിൽ. സോ ദാറ്റ് വാസ് ദ പ്രോബ്ലം വിത്ത് റോങ് ചോയ്സ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ. നൗ വിൽ കം ബാക്ക് ടു ദിസ് സ്ലൈഡ്. ഓക്കെ. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് പറയുന്നത് സപ്പോസ് യു ഹാവ് ടു ഫ്രെയിംസ്. നേരത്തെ പറഞ്ഞ അതേപോലെ ഫ്രെയിം ഓഫ് റെഫറൻസ്, രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് എടുത്തു. ഒന്ന് എസ് ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മൂവിങ്, റെസ്റ്റിലാണ്, assume. Okay. ഇനി അനദർ ഫ്രെയിം എസ് പ്രൈം ഫ്രെയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഓക്കെ. ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പോയിന്റ് പി എടുത്തു. ആ പിയിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യണം, വെലോസിറ്റി മെഷർ ചെയ്യണം, ആക്സിലറേഷൻ മെഷർ ചെയ്യണം. ഓക്കെ. ഇതൊക്കെ മെഷർ ചെയ്യണം. ഏത് വെച്ചിട്ട്? ഈ രണ്ട് ഫ്രെയിമിലും മെഷർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനേർഷ്യൽ ഫ്രെയിമാണ്. അപ്പോൾ അതിലുള്ള ഫിസിക്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കും, നമുക്ക് എക്സ്ട്രാ ഫോഴ്സ് ഒന്നും വരില്ല, എല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ. സപ്പോസ് ദ സെക്കൻഡ് ഫ്രെയിം എസ് പ്രൈം ദാറ്റ് ഇസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ A0 എന്ന് പറയുന്ന ഒരു ആക്സിലറേഷനിൽ പോയിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. ദെൻ AI എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ആക്സിലറേഷൻ, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ആക്സിലറേഷൻ, അതായിരിക്കും കറക്റ്റ് ആക്സിലറേഷൻ. ഓക്കെ. ദെൻ A പ്രൈം എന്ന് പറയുന്നത് ആക്സിലറേഷൻ മെഷേർഡ് ഇൻ ദ മൂവിങ് ഫ്രെയിം, എസ് പ്രൈം ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ആക്സിലറേഷൻ A പ്രൈം. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. A പ്രൈം ഈക്വൽ ടു A മൈനസ് A0. ഓക്കെ. സോ ഇനേർഷ്യൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ മൈനസ് ആക്സിലറേഷൻ ഓഫ് ദ മൂവിങ് ഫ്രെയിം A0. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. പി റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ പി റെസ്റ്റിൽ തന്നെയാണ്. ഇനി നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ പി ഈസ് മൂവിങ് ബാക്ക്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ A0. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത്. A പ്രൈം ഈക്വൽ ടു AI മൈനസ് A0. അല്ലെങ്കിൽ നമുക്ക് ഫോഴ്സ്, ഓക്കെ, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓക്കെ. അപ്പോൾ ഈ സെയിം ഇക്വേഷന് വരെ നമുക്ക് എന്ത് എഴുതാം? F പ്രൈം ഈക്വൽ ടു F മൈനസ് MA0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അതായത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ് മൈനസ് MA0 സം അതർ ഫോഴ്സ്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ. സോ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇസ് എ ഫോഴ്സ് വിച്ച് ഡസ് നോട്ട് ആക്ച്വലി എക്സിസ്റ്റ്. അങ്ങനെ ഫോഴ്സേ ഇല്ല, ബട്ട് അപ്പിയേഴ്സ് ടു എക്സിസ്റ്റ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. ഈ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാവുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മെഷർമെൻറ്റ് ഈസ് മെയ്ഡ്. ഏത് മെഷർമെൻറ്റ് എടുക്കുന്നത് ഏത് ഫ്രെയിമിലാണോ ആ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ടുണ്ടാവുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നല്ല, വി വിൽ ഫീൽ ലൈക്ക് ദർ ഇസ് എ ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ. ഇപ്പോൾ അത് അടുത്ത സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു ലിഫ്റ്റിൽ ഒരാളിരിക്കുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ സാധനം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിനെ നമുക്ക് എഴുതാൻ പറ്റും എഫ് പ്രൈം ഈക്വൽ ടു FI മൈനസ് MA0. അല്ലെങ്കിൽ എഫ് പ്രൈം എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ഫോഴ്സാണ്. അത് ആക്ച്വലി ശരിക്കുള്ള ഫോഴ്സ് അല്ല. ദാറ്റ് ഇസ് അപ്പാരൻറ്റ് ഫോഴ്സ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സ്. അപ്പാരൻറ്റ് ഫോഴ്സ് ഈക്വൽ ടു ട്രൂ ഫോഴ്സ്. ഇനേർഷ്യൽ ഫ്രെയിമിൽ മെഷർ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും. ട്രൂ ഫോഴ്സ് പ്ലസ് സം ഇമാജിനറി ഫോഴ്സ്, ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് മൈനസ് MA0. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, ആക്സലറേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വി വിൽ ഫീൽ ലൈക്ക് നോർമൽ വെയിറ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ. ഇനി അത് മേലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടിയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. താഴേക്ക് വരികയാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞ മാതിരി ഫീൽ ചെയ്യും. ഓക്കെ.
ഇനി അത് ലിഫ്റ്റ് കയറ് പൊട്ടിയിട്ട് ഫ്രീ ഫാൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് 0 ആയിട്ട് മാറും. ഓക്കെ, സോ അത് പറയാൻ കാരണം ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഒരാൾ ഒരു വെയിങ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. വെയിങ് മെഷീൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം. സോ ദാറ്റ് ഈസ് ബേസിക്കലി എ പ്രഷർ ഗേജ്. ഒരു പ്രഷർ മെഷർ ചെയ്തിട്ടാണ് അതിൽ എത്ര പ്രഷർ വരുന്നുണ്ടോയെന്നനുസരിച്ച് അതിന് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ലിഫ്റ്റിൽ അതിന് തറയിൽ അതുണ്ട്, അതിൻ്റെ മേലെ നമ്മൾ കയറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് മേലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമ്മൾ കൂടുതൽ പ്രഷർ വരും, അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കും. ഈ ലിഫ്റ്റ് താഴേക്കാണ് പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പ്രഷർ കുറവായിരിക്കും, അപ്പം നമ്മുടെ വെയിറ്റ് കുറഞ്ഞു വരും. ഓക്കെ, ഇനി ഫ്രീ ഫോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പ്രഷറും ഉണ്ടാവില്ല. സോ ദാറ്റ് വിൽ ഷോ 0 വെയിറ്റ്. നേരത്തെ ഡിസ്കസ് ചെയ്ത അത് തന്നെയാണ്. നൗ ഒരു ചെറിയ പ്രോബ്ലം വെച്ചിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനവിടെ ഒരു ചെറിയ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഓക്കെ, എ മാൻ വെയിങ് 60 കിലോഗ്രാം ഓൺ എർത്ത്. അപ്പോൾ 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള വെയിറ്റ് ഉണ്ട്, കിലോഗ്രാം വെയിറ്റ്. കാൽക്കുലേറ്റ് ഹിസ് എഫക്റ്റീവ് അല്ലെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ്. 2 പാർട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുക. ഒരാളുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 60 കിലോഗ്രാം ആണ്. ഓക്കെ, ദെൻ ലിഫ്റ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ആൻ ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. നമ്മൾ പറയുന്നു അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആണെന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, സോ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ്. അപ്പോൾ ലിഫ്റ്റ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് +2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും, അതേ ഡയറക്ഷനിലാണ്. ഓക്കെ, ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ്? നേരെ താഴേക്കാണ്. ഓക്കെ, സോ അപ്പോൾ അവിടെ ജി എന്ന് പറയുന്നത് -9.8 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 10 എടുക്കുകയാണെങ്കിൽ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഏത് ജി. ഓക്കെ, അപ്പോൾ ഇതിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈക്വൽ ടു -ma0 നമ്മൾ നേരത്തെ ഫോർമുലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ -m എന്ന് പറയുന്നത് 60 ആണ്. 60 × a എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, സോ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് -120 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പാരൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഫ്രെയിമിലുള്ള ഫോഴ്സ് F' ഈക്വൽ ടു ആക്ച്വൽ ഫോഴ്സ്. ആക്ച്വൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg താഴേക്കാണ്, സോ നെഗറ്റീവ് വരും. -mg, ജിയുടെ ഡയറക്ഷൻ നേരെ -10 ആണ്. ഓക്കെ, സോ -60 × 10 600 കിട്ടും. ഓക്കെ, ഇവിടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് -120 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ അപ്പാരൻറ്റ് ഫോഴ്സ് ഈക്വൽ ടു 720 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്സലറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആക്സലറേഷൻ എന്ന് പറയുന്നത് 10 ആണ്. 9.8 അപ്രോക്സിമേറ്റ്ലി 10 എടുത്തു. സോ എഫക്റ്റീവ് വെയിറ്റ് വിൽ ബി 72 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, അപ്പോൾ 60 കിലോഗ്രാം ഉള്ള ഒരാൾ ലിഫ്റ്റിൽ മേലേക്ക് പോയപ്പോൾ ആക്സലറേഷൻ കൊടുത്തപ്പോൾ എഫക്റ്റീവ് വെയിറ്റ് വിൽ ബിക്കം എത്രയാണ്? 72 കിലോഗ്രാം വെയിറ്റ് ആയിട്ട് മാറി. 72 കിലോ ഉള്ള ഒരാളുടെ വെയിറ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി നേരെ തിരിച്ച് അടുത്ത് മൂവിങ് ഡൗൺ. ഓക്കെ, സോറി, ഓക്കെ, മൂവിങ് ഡൗൺ. സ്ലൈഡ് കാണാനുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ കാണാനല്ലേ? രണ്ടാമത്തെ കേസിൽ സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ a0 ഈക്വൽ ടു -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. സോ അവിടെയും നമുക്ക് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കണ്ടുപിടിക്കാം. ma0 തന്നെ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, 120 തന്നെ ആയിരിക്കും നേരത്തെ കേസിലും. പക്ഷേ ഇവിടെ എന്താ ചെയ്യുക, അത് +120 ആയിരിക്കും ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അപ്പാരൻറ്റ് ഫോഴ്സ് അഗെയിൻ കാൽക്കുലേറ്റ് വിത്ത് ദ സെയിം ഫോർമുല. സോ -mg + f0, സോ ദാറ്റ് വിക്കം -600 + 120, 480 ന്യൂട്ടൺ, -480 ന്യൂട്ടൺ ആയിട്ട് മാറി.
സോ എഫക്റ്റീവ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് 48 കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ അയാളുടെ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ 60 കിലോഗ്രാം ഉള്ള വെയിറ്റ് ഉള്ള ഒരാൾ മേലേക്ക് ആക്സലറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 72ആയി, താഴേക്ക് ആക്സലറേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ 48ആയിട്ട് മാറി. ദ ഫോഴ്സ് ചേഞ്ചസ്. ഓക്കെ. സോ ബേസിക്കലി സം അൺനോൺ ഫോഴ്സ്, അവിടെ ഒരു അൺനോൺ ഫോഴ്സ് വന്നു, അയാൾ ആരോ പിടിച്ച് മേലേക്ക് വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ താഴേക്ക് അമർത്തുന്നുണ്ട്. ഓക്കെ. ആ ഒറിജിൻ ഓഫ് ദ ഫോഴ്സ് നമുക്കറിയില്ല. സോ അങ്ങനത്തെ ഫോഴ്സിനെ നമ്മൾ വിളിക്കും ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ്. പക്ഷെ അത് ആക്ച്വലി അതൊരു റിയൽ ഫോഴ്സ് അല്ല. ദാറ്റ് വാസ് എ പ്രോബ്ലം വിത്ത് ദ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെഫറൻസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്തതിൻ്റെ പ്രശ്നമായിരുന്നു. ആ ചൂസ് ചെയ്ത ഫ്രെയിം എന്തായിപ്പോയി? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിപ്പോയി, അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിപ്പോയി. അത് പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യാതെയാണ് നമ്മൾ പല എക്സ്പെരിമെൻറ്റും നടത്തി കഴിഞ്ഞാൽ ഇത് റിയലൈസ് ചെയ്യാതെ നമ്മൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ എൻഡ് അപ്പ് ഇൻ ട്രബിൾ. നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോവും. അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്ക് ഒരുപാട് തവണ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നത്. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എസ്പെഷ്യലി റിലേറ്റഡ് ടു റൊട്ടേറ്റിംഗ് ഫ്രെയിംസ്, ഓക്കെ, അത് നമ്മൾ പഠിക്കും. ഓക്കെ. റൊട്ടേറ്റിംഗ് ഫ്രെയിമും ആക്സിലറേറ്റഡ് ഫ്രെയിമാണ്. അപ്പോൾ അവിടെയും എന്തുണ്ടാവും? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അവിടുത്തെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വി വിൽ എൻഡ് ദ സെഷൻ ഹിയർ. ഞാനിതിൻ്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.